സർപ്രൈസ് ആവോ അതോ എന്തിനാ പോകുന്നത് ചോദിക്കോ ചേട്ടാ? ഇവനെ കണ്ടു ചിലപ്പോൾ ചോദിക്കും എന്തിനാ നീയൊക്കെ വന്ന് ബർത്ത്ഡേ കൊള്ളാക്കണൊക്കെ. ഇല്ല, ഞങ്ങൾ പോകുന്നു, ഉമ്മ വാപ്പ ഞാൻ കുട്ടികൾ ഞങ്ങൾ പോകുന്നത് തന്നെ അവൾക്ക് വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ ചേട്ടാ? അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഷൈദാമ്മ അവരൊക്കെ സെറ്റായെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 708 കേട്ടോ അവരുടെ റൂമിന്. സർപ്രൈസ് കൊടുക്കാം. നോക്കി അല്ലെങ്കിൽ നിങ്ങൾ തുറന്നോ, അളിയനെ ഓപ്പൺ ആക്കിനോ. ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അതെ, ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എനിക്ക് റീൽസൊക്കെ എടുക്കണ്ടായിരുന്നേ, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അളിയനെ വിളിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് നാളെ, ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്, നാളെ സാറ്റർഡേ, ഡേറ്റ് ഏതാ? ജൂൺ 13 ഐ തിങ്ക്. അപ്പം നാളെ സാറ്റർഡേ ജൂൺ 13 നാളെ ഷൈത്താൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം അളിയന് അവരും കൂടി കാലിക്കറ്റ് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. 4 സ്റ്റാർ ഹോട്ടലാണ്, അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അളിയൻ ചോദിച്ചു നിങ്ങൾ വരുമോ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്നാൽ അവിടെ പോവുകയും ചെയ്യാം, ഇത്താക്കൊരു സർപ്രൈസ് ആവും. ഞങ്ങളിതിൻ്റെ മുന്നേ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകണം, നമുക്ക് റിസോർട്ടിൽ പോകണം ഞങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ കുറേ ആയിട്ടൊന്നും നടന്നിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് കുറേ ആയി. അപ്പം നാളെ ഇത്താക്ക് അവിടെ പോയിട്ടൊരു സർപ്രൈസ് എടുക്കും. അപ്പോൾ അവൾക്കറിയില്ല. അപ്പോൾ ഞാളിരുന്ന് ഓക്കെ എന്നാൽ ഞങ്ങൾക്ക് കൂടി ഒരു റൂം ബുക്ക് ചെയ്തോ, ഞങ്ങൾ വരാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നട്ടപ്പാരൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അവൾക്കൊരു പ്രത്യേകിച്ചൊരു ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവൾക്ക് അങ്ങനെ ഭയങ്കര ഗിഫ്റ്റ് കൊടുക്കുക, കേക്ക് മുറിക്കുന്നതൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഗിഫ്റ്റൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കാനുള്ളൊരു ടൈമും ഇല്ല. പിന്നെ എന്താ വാങ്ങിക്കുക ഇങ്ങനെ ഓർത്തപ്പോഴും എനിക്കൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫാമിലി ആയിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകും, അതന്നെ അവൾക്കുള്ള ഗിഫ്റ്റ്. അപ്പം ഈ ഡ്രസ്സുകളൊക്കെ വേഗം പാക്ക് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങണം, അതാണ് നെക്സ്റ്റ് പരിപാടി. ഓക്കെ, ഒരു പിങ്ക് ബാഗ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ റീൽസ് എടുക്കാൻ വേണ്ടി ഡ്രസ്സ് ചെയ്തിരുന്നായിരുന്നു. അതായത് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തത് കാണിക്കാൻ വേണ്ടി. മമ്മൻ്റെ ഒരു പിങ്ക് ബാഗില്ലേ, വലിയ ബാഗ്, ഇതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ ഇടയിലാണ് വേറൊരു വീഡിയോ. ഇസിട്ടാ, നാളെ നമുക്കൊരു പരിപാടി ഉണ്ട്. ചെറിയൊരു ട്രിപ്പൊക്കെ പോകാന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടം. ഒരു ട്രിപ്പൊക്കെ പോകാനുണ്ട്. അതെ, നാളെ നമ്മൾ ഷെയ്ദിയമ്മൻ്റെ ബർത്ത്ഡേ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ലിങ്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഡ്രസ്സുകൾ ഓർഡർ ചെയ്താട്ടോ. ഇതൊരു ജീൻസാണ്, ഇത് അതുപോലെ ഒരു വൈറ്റ് ഷർട്ട് പോലത്തെ ആണ്. അതുപോലെ ഇങ്ങനെ ഒരു കുർത്തയാണ്, ജീനിലേക്ക് പെയർ ചെയ്യുന്ന ഒരു ഷർട്ട്. അല്ല, ഇതൊരു ചുരിദാറാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും ഡ്രസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊരു ജോലി പർപ്പസിനുള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതായിരുന്നു സാധനങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിൽ ഞാനിങ്ങനെ ഇങ്ങനെ ഉണ്ടാവില്ലേ, അത് ഞാൻ ആ വൈറ്റ് ഷർട്ടിലേക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രസമുണ്ട് അല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇതൊരു ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് ന്യൂഡിൻ്റെ ഒരു ഫേഷ്യൽ കിറ്റാണ്. കറക്റ്റ് ദിവസമാണ് കിട്ടിയത്. ഇന്ന് ജാസ്മിട്ടോടെ സ്കൂളിലൊക്കെ പോയിട്ട് മുഖമൊക്കെ അത്യാവശ്യം ഒരു ടാനൊക്കെ അടിച്ചു. കാരണം റെഗുലറായിട്ട് പാർലറിൽ പോകണം, ഫേഷ്യൽ ചെയ്യണമെന്നൊക്കെ എപ്പോഴും വിചാരിക്കും. പക്ഷേ എന്താ പറയുക, അങ്ങോട്ട് പോവുകയില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫേഷ്യൽ കിറ്റ് ഉണ്ടെങ്കിലേ പെട്ടെന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉടനടി ഫേഷ്യൽ ചെയ്യാം. എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനെ ഫേഷ്യൽ ചെയ്യണേ. അപ്പോൾ ഇത് ന്യൂഡിൻ്റെ ഒരു പാർട്ടി ഗ്ലോ ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. ഇതിൽ ഇതുപോലത്തെ 5 പൗച്ചുകളുണ്ട്. ആൻഡ് ഇതിൽ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ സ്ട്രോപ്പ് ക്രീം കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല കിടിലൻ ഒരു ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത പണി അതാണ്. ഫേഷ്യൽ ചെയ്തിട്ട് വേണം പിന്നെ നമ്മുടെ പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ കേട്ടോ. വാ ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഫേഷ്യൽ ചെയ്തിട്ടാണ് തുടങ്ങാം. ഒന്നിതാ ക്ലെൻസിങ് മിൽക്ക്, പിന്നെ ഒരു എക്സ്ഫോലിയേറ്റിംഗ് സ്ക്രബ്ബറുണ്ട്. 3rd എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാജിങ് ക്രീം, അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് 4th ഒരു ഫേസ് മാസ്കും ഉണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് പൗച്ച് ഇതിൻ്റെ കൂടെ ഇത് സ്ട്രോപ്പ് ക്രീം ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് എന്തായാലും ഈ അമിതമായിട്ടുള്ള മേക്കപ്പ് ഒന്ന് തുടച്ച് കളയട്ടെ. 2 minutes ആണ് കേട്ടോ ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന പോലെ തന്നെ ഡീപ്പായിട്ട് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ മേക്കപ്പും എക്സസ് ഓയിലും എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ആവും. ഇനി ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഫേസ് നല്ല ക്ലീൻ ആയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡീപ്പ് ക്ലെൻസ് ആയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എക്സ്ഫോലിയേറ്റിംഗ് ഫേസ് സ്ക്രബാണ് കേട്ടോ. ഇത് സ്ക്രബിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കലാപരിപാടിയാണ്. നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോലിയേറ്റ് ആക്കുന്നത് തോന്നുന്നു നോക്കട്ടെ. ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. ഇതിൽ അപ്ലൈ ഡയറക്ട്ലി ഓൺ ഫേസ്, നെക്ക്, നോസ്, ചിൻ, മസാജ് ഫോർ 2 minutes. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യും. അതുപോലെ ന്യൂ സ്കിൻ സെല്ല് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മനുക്ക ഹണി ഇംപ്രൂവ് സ്കിൻ കോംപ്ലക്ഷൻ. ഓക്കെ, അപ്പം അങ്ങനെ കുറേ യൂസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ സ്ക്രബ് ചെയ്തെടുക്കാം.
ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അധികം എറൗണ്ട് നോസും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പം അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അയ്യോ അങ്ങനെ കൈ കടഞ്ഞു. അപ്പം ഇനി ഇതും ഒന്ന് നമുക്ക് വാഷ് ചെയ്ത് വരാം, അല്ലെങ്കിൽ നനഞ്ഞിട്ട് അവിടെ ഉപയോഗിച്ച് തുടച്ചാലും മതിട്ടോ. ഞാൻ അങ്ങനെ അതും വാഷ് ചെയ്ത് മുഖം നന്നായിട്ട് റെഡ് കളർ ആവട്ടോ, നന്നായിട്ട് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്തതല്ലേ. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് മസാജ് ആണ്. അപ്ലൈ ഡയറക്ട്ലി ഓൺ ഫേസ്, നെക്ക്, നോസ് ആൻഡ് ചിൻ. ജെന്റ്ലി റബ് അപ്വേർഡ്സ് വിത്ത് ഫിംഗേഴ്സ് ഫോർ 6 minutes. നമ്മുടെ ഫേസിൽ നിന്ന് ഒരു ഇന്നർ ഗ്ലോ വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ വേണം ഫേസിൽ. അപ്പോൾ ഇതുപോലെ മസാജ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നീണ്ട 6 മിനിറ്റ് നേരത്തെ മസാജാണ് കേട്ടോ ഗൈസ്. അവോക്കാഡോ ഓയിൽ കീപ്സ് സ്കിൻ ഹൈഡ്രേറ്റഡ് ആൻഡ് റെഡ്യൂസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ക്യാരറ്റ് സീഡ് ഓയിൽ ഗീവ്സ് ഹെൽത്തി ഷൈൻ ആൻഡ് ഇൻസ്റ്റന്റ് ഗ്ലോ. ആ ഒരു ക്യാരറ്റ് സീഡ് ഓയിലിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട് കേട്ടോ അതിന്. അത്യാവശ്യം ക്രീമൊക്കെ തീരുന്ന വരെ ഞാൻ മസാജ് ചെയ്ത് ഒന്ന് കഴുകിയിട്ട് വരാം. ഓക്കെ, കണ്ട മസാജ് ചെയ്തതിന് കാരണം കുറേ നേരം മസാജ് ചെയ്താൽ നമ്മൾ ഫേസിൽ നമ്മുടെ കൈ വെച്ച് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടുതൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഫേസ് പാക്കാണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റനിങ് ഏജൻറ്റ് ലൈക്ക് mulberry, daisy flower and vitamin C in this mask help reduce dark spots and lighten complexion. It promotes collagen and fights free radical damage for a firmer radiant skin. Okay, and the use in the vidam mask entire face and neck with fingers idaka avoiding eyes. Pinne spread evenly. Dry avunna wait cheyanam. ഒന്നിലേക്ക് വൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യാം. കണ്ണിൻ്റെ ഏരിയ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഇത് കംപ്ലീറ്റ്ലി കെമിക്കൽ ഫ്രീ ആണ് കേട്ടോ, പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അതുപോലെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പാക്കൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് ഇതാണ് കേട്ടോ ഫേസിൻ്റെ ഫൈനൽ ലുക്കാണ്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ നേരം മസാജ് ചെയ്തതിൻ്റെ ആ ക്രീമിൻ്റെ ഒക്കെ എഫക്റ്റ് കാരണം ഇങ്ങനെ എന്താ പറയുക, ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയ പോലെ തോന്നില്ലേ, അങ്ങനെ ഐ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് ഫ്രഷ് ആയിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടി. ഇനി ഇത് സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. ഇൻസ്റ്റന്റ് മോയ്സ്ചറൈസേഷൻ ആൻഡ് റേഡിയൻറ്റ് ഗ്ലോ തരാൻ വേണ്ടി അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ദിവസങ്ങളിലൊക്കെ പുറത്ത് പോകുമ്പോൾ നല്ലൊരു ഗ്ലോയിങ് സ്കിന്നൊക്കെ തരാൻ വേണ്ടിയിട്ട് ഈ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ സ്മോൾ കട്ട് ഇടുന്നുള്ളൂ. നോക്കട്ടെ എങ്ങനെ. ഭയങ്കര ഒരു പിങ്ക് ഗ്ലോ ഉണ്ടല്ലോ ഇതിന്. കണ്ടോ, നല്ല അടിപൊളി ഒരു പിങ്ക് ഗ്ലോ തരുന്നൊരു സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ ന്യൂഡിൻ്റെ ഫേഷ്യൽ കിറ്റാണ്. 5 ഈസി സ്റ്റെപ്പ് കൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു കിടിലൻ ഫേഷ്യൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിന് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ രാവിലെ ആയി, ഗുഡ് മോർണിംഗ് ആയി, ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ഇനി വേഗം ഒന്ന് ഒരുങ്ങണം, പോകണം. പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും താഴത്ത് കുളിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കാണ് നമുക്കിവിടെ ചെക്കിനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ എവിടെ നിന്നാണ് കണ്ടുവിട്ടതെന്ന് അറിയില്ല. കോഴിക്കോട് നിന്ന് ഇപ്പോൾ ഹോട്ടലിൽ എവിടെയെങ്കിലും കണ്ടുവിട്ടോ ഒന്നും അറിയില്ല. എന്തായാലും പോയൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് റെഡി ആവട്ടെ. ഈ റെഡി ആവാൻ വേണ്ടി ഒരു കുഞ്ഞു ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ റീൽസോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, റെഡി ആയിട്ടുണ്ട്, ടിപ്പ് റെഡി ആയിട്ടുണ്ട്. പുതിയ എയറിൻ്റെ ഷൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ചോട്ട റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കൈവശി പോണ്ട, കുറച്ച് സാധനം എടുക്കണ്ട. അമ്മൻ്റെ ആ ബ്രൗൺ ചെരുപ്പിൻ്റെ പേരൊന്നും എടുത്ത് എൻ്റെ അടിയിലുണ്ട് അതിൻ്റെ കൂട്ടുകാരൻ. ഇസുൻ്റെ ചെരുപ്പ് കിട്ടിയാ? അതെ ഇസിട്ടാ, നമ്മുടെ ബ്ലാക്ക് ബാഗിലും ഉണ്ട്. അത് ഇതിൽ വെക്കാനുള്ളതാ, ആ ബ്ലാക്ക് ബാഗ്. വാനിറ്റി ബാഗ് അല്ല കേട്ടോ മറ്റേത്. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഷൈദാമ്മ അറിഞ്ഞില്ല, ഷൈദാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങൾ കോഴിക്കോടേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, റേന വരും അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. സർപ്രൈസ് ആകുമോ അതോ എന്തിനാ പോകുന്നത് ചോദിക്കുക വെച്ചിട്ടാ. ഇവനെ കണ്ടപ്പോൾ ചോദിക്കും, എന്തിനാ നീയൊക്കെ വന്ന് ബർത്ത്ഡേ കൊളാക്കാന്നൊക്കെ. ഇല്ല, ഞങ്ങൾ പോകുന്നു, ഉമ്മ വാപ്പ ഞാൻ കുട്ടികൾ ഞങ്ങൾ പോകുന്നത് തന്നെ അവൾക്ക് വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ ചേട്ടാ. അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം.
എല്ലാവരും കൂടി വിളിച്ച് സെറ്റാക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഈ ടീമായിട്ട് പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും ചോദിക്കൂട്ടോ, എല്ലാവരും ഉണ്ടാവണ ഏറ്റവും കൂടുതൽ സന്തോഷം. പക്ഷേ പെട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചാടിപ്പിടിച്ചതുപോലെ ഞാൻ പോകുന്ന പോലെ പോകാൻ വയ്ക്കുന്നില്ല. അപ്പം യാമിപ്പെണ്ണിനെ കാണാം. ചെരുപ്പ് വെച്ചോ, തലക്കൂടെ വീഴല്ലേട്ടാ. പിന്നെ അപ്പത്തേന് ഇനിയിപ്പോൾ അവിടെ എത്തുന്ന വരെ സമാധാനം ഉണ്ടാവില്ല. സർപ്രൈസാണ് ഇതൊക്കെ. കോഴിക്കോട് വരെ നിങ്ങൾ എത്തിക്കണ്ടേ. റിസോർട്ടുള്ളത് ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. എനിക്ക് അങ്ങനെ വണ്ടിയുടെ മുന്നിൽ ഇരിക്കണം അങ്ങനെ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ ഒരു ഇഷ്ടമാണ് ഫ്രണ്ടിലിരിക്കണേ. അതുകൊണ്ട് ഉമ്മച്ചിനോട് വെച്ചപ്പോൾ ഉമ്മച്ചും പിറകിലാണ് പറഞ്ഞു. പിന്നെ ഞാൻ വലിയ ഫ്രണ്ടിലിരുന്നു. അങ്ങനെ നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഡിമോറ കോഴിക്കോട്. ഇതൊരു ലക്ഷറി ഹോട്ടലാണ് കേട്ടോ. ഇന്ന് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത്. ഇത് നമ്മുടെ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസ് റോഡില് സൈബർ പാർക്കിന്റെ നിയർ ബൈ ആയിട്ടാണ് കേട്ടോ. ഞങ്ങളാണ് കേട്ടോ, നല്ല വെയിലുണ്ട്. ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് എത്തിയത്. അവരെനിക്ക് തോന്നുന്നു രാമനാട്ടുകാരൊക്കെ എത്തിയിട്ടുള്ളൂ. ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഹോട്ടലൊന്നും അവിടെ നിന്ന് കാണാണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടാവാന്ന് വിചാരിച്ചില്ലേ. ഇവിടുന്ന് കഴിക്കാതോ. ഇവിടെ എങ്ങനെയാണ് സംഭവം സെറ്റപ്പ് നോക്കി കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി റൂമുകളും റെസ്റ്റോറൻറ്റും അതുപോലെ ഈവൻസ് ഒക്കെ നടത്താൻ പറ്റിയ ബങ്കറ്റ് ഹാൾസും സ്വിമ്മിംഗ് പൂളും അങ്ങനെ അത്യാവശ്യം എല്ലാം നല്ല ഫെസിലിറ്റീസും ഉള്ള ഒരു അടിപൊളി ഹോട്ടലാണ് കേട്ടോ ഈ ഒരു ഡിമോറ. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ആളേനെ ഇങ്ങനെ കോഴിക്കോട് നല്ല സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം ഇതെന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ മൂപ്പരെന്നെ കണ്ടുപിടിച്ചാണ് കേട്ടോ. അപ്പോൾ പാപ്പാനും ഉമ്മാനും സർപ്രൈസ് ആയിട്ട് ഷൈത്താൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവരുന്ന ആളെനിക്ക് ഉണ്ടായിരുന്നു. അവർ വരുമ്പോൾ പിന്നെ കൂടെ ഞാനും ഉണ്ടാവുമല്ലോ. ഷൈതാൻ വരുമ്പോഴത്തേന് വേഗം ഓർഡർ ചെയ്ത് കഴിച്ചോ. ഷൈതാനും അളിയനൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് ഇരിക്കാൻ. അപ്പോൾ അതുവരെ അവർ വരാതിരിക്കട്ടെ. അറിയാത്ത പോലെ റൂമിൽ പോയിരിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഫുഡൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. എന്നാലും ഹോട്ടലിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ ചെക്ക് ഇൻ ചെയ്ത് റൂമിൽ പോയപ്പോൾ തന്നെ ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വന്നു ഞങ്ങൾ കാണാൻ. ഞാൻ പോയി കേക്ക് പോയി വാങ്ങിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ കേക്ക് കിട്ടിയിട്ടുണ്ട്. അധികം നടക്കും. അയ്യോ ഇത് എത്രയും പെടുന്നത് മാറ്റിക്കളി. അത് വെച്ചോ കേക്ക്. അല്ല ഡ്രിങ്ക്സും ഉണ്ടോ? ആയിക്കോട്ടെ, കവറിൽ നിന്ന് എടുക്കരുത്, വീഴാണ്ട് കവറിൽ നിന്ന് എടുക്കുക. സ്മോൾ കേക്കാണല്ലേ അത്. ജസ്റ്റ് ഒരു രസത്തിന് കയ്യെ പിടിക്കാൻ ഒരു കേക്ക്, അത്രയും. ഓക്കെ, കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അത് ഇയർഫോൺ ഞാൻ ഒന്നും എടുത്തില്ല. ഇയർഫോൺ ഉണ്ടാവുമായിരിക്കും ആരോരുത്തരും. ഞാൻ എടുക്കാനും മറന്നു. ഇവനെന്തേ കാണിക്കുമ്പോൾ ഇതിമ ദൂരുണ്ടോ എടുക്കുന്നത്? അതൊക്കെ ഇട്ടോട്. യാമിക്കുട്ടി വരുമ്പോ ഞെട്ടാനുള്ളതാണ്. ഷൈദാമ്മ അവരൊക്കെ സെറ്റായിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മകളൊന്നുമില്ല വന്നിട്ടുണ്ട്. തുറന്നു ഇല്ലതിൽ കൂടെ ഒന്നും കാണാനല്ല. അവിടെ കണ്ട് ജസ്റ്റ് കൈ അങ്ങനെ ക്യാമറമാനക്ക് തുമ്മല. വെറുതെ ഒരു കുഞ്ഞ് കേക്ക് മേടിച്ചാട്ടോ. ഒരു ബർത്ത്ഡേ എന്ന പോലെ അവൾക്ക് കേക്ക് മുറിക്കണമെന്ന് ഇഷ്ടമല്ല. വെറുതെ ഒരു രസത്തിന്. ഓക്കെ, അതെന്താ കത്തിണ്ടോ? അതിൻ്റെ മേലത്തെ എന്താ ചോക്ലേറ്റ് വേണോ? നീ പത്തരക്ക് ഞാൻ ചിട്ടാ തുറന്നിട്ട് ഈ ഫ്രണ്ടിലേക്ക് വെക്കണേ. തുറന്നോളൂ, ഡാഡി തുറന്നോളൂ കേട്ടോ. അതവർ വാ 708 അവരുള്ളത്. സർപ്രൈസ് കൊടുക്കാം. നോക്കി അല്ലെങ്കിൽ നിങ്ങൾ തുറന്നോ? അളിയനെ ഓപ്പൺ ആക്കിനോ? ഇല്ല, ഇവിടെ കോളിംഗ് ബെൽ അടിക്കും. അപ്പുറത്ത് അവിടെ
സഹിക്കാന്ന് വിചാരിക്കും. ഫാമിലി ആയിട്ട് ഒറ്റക്ക് സഹിക്കാനായിരുന്നു പ്ലാൻ. അപ്പൊ പിന്നെ ഞങ്ങള് ഞാനും പ്ലാൻ ചെയ്താണ് കേട്ടോ ഗൈസ്. ഓൾഡ് സന്ദേശനൊക്കെ അപ്പൊ നിന്നെയൊക്കെ പിക്ക് ചെയ്തിട്ടാ പോന്നെ. ഇത് ബർത്ത്ഡേക്കാർക്ക് കേക്ക് സർപ്രൈസുകളൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ നൈസായിട്ടാണ് സർപ്രൈസ് ആക്കി. അതെന്നേരം എനിക്ക് അയച്ചു തന്നിരുന്നു. ഇതെങ്ങനെയാണോ മമ്മക്ക് നന്നായി ഇഷ്ടപ്പെടും പറഞ്ഞ്. റെനമോള് സർപ്രൈസ് ആക്കി ഇട്ടിണ്ടായിരുന്നു അല്ലേ? ഇല്ല ഓള് ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ അയച്ച് കാണിച്ചു തന്നേ. ഓക്കെ അപ്പൊ നമ്മ കേക്ക് കെട്ടിയാൽ നിങ്ങൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ? കേക്ക് വാങ്ങിണ്ടായിരുന്നോ? ഓ ഓക്കെ ക്യാരി ഓൺ പറഞ്ഞു നിങ്ങള്. ഓക്കെ എല്ലാം മരുമോള് ചെയ്യട്ടെ. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആയിക്കോന്ന് പറഞ്ഞില്ലേ? അല്ല നമ്മളെ റൂം പോലെ തന്നെ സെയിം റൂം തന്നെ ഇത്. ഓ ദാ ഇവൾക്കാണ് കേട്ടോ ഗൈസ് സർപ്രൈസ്. ഓളൊക്കെ കുട്ടികളെന്ന് കളിക്കാൻ കിട്ടിയാ പിന്നെ ഭൂതമുണ്ട് ഇതിന്റെ ഇടയിൽ കൂടി. വടി ഈ സൈഡിലേക്ക് വാപ്പാണെങ്കിൽ ഗ്യാപ്പിൽ കിടന്നു. കട്ടിലുണ്ട് മച്ചിക്ക് കട്ടുമ്പരിക്കണായിരുന്നോ? അമ്മച്ചി വാപ്പാന്റെ കൂടെ കട്ടും വരുന്നോളി. ഇമ്മച്ചിയാ നിങ്ങള് വാപ്പാന്റെ കൂടെ കട്ടിലും വരുന്നോളി. അതാ ഈ വാപ്പാന്റെ കൂടെ ബെഡും വരുന്നാ മതി. അതെ ഇപ്പൊ എന്റെ ക്യാമറന്റെ മുന്നിലാണ് നീ ഇരിക്കണേ. എന്നാ നീ ഒന്ന് വീഡിയോ എടുക്കുവോ? ഓക്കെ കേക്ക് വരയ്ക്കണ ഇഷ്ടത്തിനൊക്കെ ഞങ്ങളെ കുട്ടിനെ കൊണ്ട് മുറിപ്പിക്കേ. അതെ അമ്മാമ്മന്റെ കൈ പിടിച്ച മമ്മന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആവോ വെട്ടിത്തുണ്ടെന്നുണ്ടാക്കിന്റെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. സുലു ആണ് എന്റെ ബർത്ത്ഡേ കാരണം പഠനപ്പോഴോ. ബർത്ത്ഡേ ശൈബ്യ. യാമിന്റെ അല്ല കേക്ക് കഴിച്ച് ഞങ്ങൾ കഴിച്ചിട്ടോ ചോക്ലേറ്റ്. എന്താ എനിക്കൊരു വേണ്ടായിക ഇഷ്ടപ്പെട്ടില്ല. യാമി നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോണ്ടേ? യാമി സ്വിമ്മിംഗ് പൂളിൽ പോണ്ടേ? യെസ് നമ്മ സ്വിമ്മിംഗ് പൂൾ സർപ്രൈസ് ആയിട്ട് വന്നേക്കാണ്. അതിലെന്താ സർപ്രൈസ്? ഇവരിവിടെ റൂം എടുത്തപ്പോ ഞങ്ങള് തൊട്ട് ഫ്രണ്ടിൽ റൂം എടുത്തു. ഞങ്ങള് വിത്ത് കേക്കുമായി വന്ന് സർപ്രൈസ് ചെയ്തു. അവൾക്ക് പേടി എത്ര നോക്കി ഒറ്റടല്ലേ അവിടെ നിന്ന് പഠിച്ചു വരണം ബാക്കി. എന്നാ ദിവസം ഇനി കുറച്ചെറിഞ്ഞ് ഇവിടെ ചാടാം. ആ